വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇന്നിവിടെ കുറച്ച് മുത്താറി എടുത്ത് വെച്ചിട്ടുണ്ട്, രാഗി എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് എന്താ ചെയ്ത് വെച്ചാൽ, പൊടിയല്ല ഇത് എടുത്തിട്ട് ഒരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയെടുത്ത് കണ്ടോ, എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. പൊടി വെച്ചിട്ടുണ്ടാക്കുക, പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാം. ഇതൊന്ന് നന്നായി അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാ ഇതിൽ ചേർക്കണമെങ്കിൽ ചേർക്കുക, വേണ്ടെങ്കിൽ ഒഴിവാക്കുക. ഞാനിത് ഒഴിവാക്കുന്നുണ്ട്, കണ്ടോ. ഇത് ഡ്രിങ്ക്സ് ആയതുകൊണ്ടാണ് ഈ തോലിങ് എടുക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നന്നായി അരച്ചിട്ട് നമുക്ക് ഈ എന്താ പറയുക, ഇതിനെ കൊണ്ട് മറ്റേ ഉണ്ടയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. അപ്പോൾ ഇത് ഡ്രിങ്ക്സ് ആയതുകൊണ്ട് ഞാനിത് ഈ തോൽ ഒഴിവാക്കി എടുക്കുന്നുണ്ട്, കണ്ടോ. നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അരിച്ചു കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കാം, കണ്ടോ. ഇങ്ങനെ അരിച്ചെടുത്താൽ മതി, ഉണ്ടോ. വല്ലാതെ അരിച്ചെടുക്കണമെന്നില്ല. ഇതേപോലെ കുറച്ച് വലിയ ഹോൾസുള്ള അരിപ്പ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി വെക്കാം. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടോ, ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കട്ടായി പോകും. നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് മിൽക്കാണ്, കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ജാസ്തി കുടിക്കാൻ വേണമെന്നുവെച്ചെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എത്ര കപ്പുണ്ടെന്ന് നോക്കണം. നന്നായി കുറുകി വരും. അപ്പോൾ നമുക്ക് കുടിക്കേണ്ട പരുവായാൽ മതി, അധികം കുറുക്കാഞ്ഞാൽ മതി. അല്ലാതെ കുറുകാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മധുരത്തിന് ഞാൻ ലേശം പഞ്ചക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ശർക്കര കൂടെ ഉരുകി വന്ന് നമുക്കിത് ഇറക്കി വെക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുടിക്കാം. ഇത് കണ്ടോ, നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലൊരു ഡ്രിങ്ക്സാണ് ഇത്. അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ മുത്താറിൻ്റെ ഡ്രിങ്ക്സ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. രാഗി എന്നൊക്കെ പറയും ഇതിന്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നിലക്കടല വറുത്ത് പൊടിച്ച് വെച്ചതിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയേ. ഇതങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. മുത്താറി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ പൊടിയൊക്കെ കിട്ടും നമുക്ക്, പക്ഷെ പൊടിനേക്കാണൊക്കെ നല്ലത് നമ്മൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ച് അരിച്ചെടുത്താൽ മതിയല്ലോ. നന്നായിട്ടൊന്ന് ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരിച്ചെടുത്താൽ വലിയ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.